അങ്ങനെ ഞങ്ങൾ പൗരാണികവും പൈതൃകവുമായിട്ടുള്ള മാർബിൾ മൗണ്ടനിൽ എത്തിയിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള പടിക്കെട്ടുകൾ കയറിയാണ് ഞങ്ങൾ മുകളിലേക്ക് പോയത്. അങ്ങനെ പടിക്കെട്ടുകളൊക്കെ കയറി ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ഇങ്ങനെ വെള്ള നിറത്തിലുള്ള ഒരു ബുദ്ധൻ്റെ സ്റ്റാച്ചു ആണ്. തൊട്ടടുത്തതായിട്ട് തന്നെ ഒരു ബുദ്ധക്ഷേത്രമുണ്ട്. വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഇവിടെ. ഇത്തരത്തിലുള്ള പുരാതനമായ ബുദ്ധ പഗോഡകളും വ്യൂ പോയിന്റുകളും ഗുഹകളും ക്ഷേത്രങ്ങളും ഒക്കെയാണ് ഈ ഒരു പ്രദേശത്തിൻ്റെ പ്രത്യേകത. സംഭവബഹുലമായ ഒരു ഭൂതകാലമാണെന്നുണ്ടെങ്കിലും വിയറ്റ്നാമിന് അതിൻ്റേതായ പാരമ്പര്യമുണ്ട്. അതിൻ്റെ തിരുശേഷിപ്പുകളാണ് ഈ കാണുന്നതൊക്കെയും. ഈ ഒരു പർവ്വതത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ച് ധാരാളം നാടോടി കഥകളുണ്ട്. അതിലൊന്നിങ്ങനെയാണ്: ഭൂമിയും സ്വർഗവും സൃഷ്ടിക്കപ്പെട്ട സമയത്ത് ഒരു ഭീമൻ കടലാമ ഇവിടേക്ക് നീന്തി എത്തുകയും അത് കരയിലേക്കെത്തി അവിടെ ഒരു മുട്ടയിടുകയും ചെയ്തു. ആ മുട്ട വിരിഞ്ഞ് അതിൻ്റെ പുറന്തോട് 5 കഷ്ണങ്ങളായിട്ട് പൊട്ടി അത് ഈ മാർബിൾ പർവ്വതത്തിൻ്റെ 5 കുന്നുകളായിട്ട് മാറി എന്നതാണ് ഒരു വിശ്വാസം. അങ്ങനെ നടക്കുമ്പോഴാണ് ഹെവൻ എന്ന് എഴുതിയൊരു ബോർഡ് ഞാൻ കാണുന്നത്. എന്നാൽ പിന്നെ ആ സ്വർഗം വന്ന് കണ്ടേക്കാമെന്ന് വിചാരിച്ച് മുകളിലേക്ക് വലിഞ്ഞു കയറുകയാണ് ഞാൻ. ഒരുവിധം കഷ്ടപ്പെട്ട് മുകളിലേക്ക് എത്തി. കണ്ട കാഴ്ച ഇതാണ് കേട്ടോ. ധനാൻ നഗരത്തിൻ്റെ ഒരു ഭാഗവും പിന്നെ ആ ബീച്ചിൻ്റെ മനോഹരമായൊരു വ്യൂ ആണ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയത്. ശരിക്കും ഒരു സ്വർഗം പോലെ തന്നെ. ഈ വ്യൂ പോയിൻ്റ് പുറകിലായിട്ട് മറ്റൊരു വ്യൂ കൂടിയുണ്ട്. അവിടെ ധനാൻ നഗരത്തിൻ്റെ ഒരു 360 വ്യൂ നമുക്ക് കിട്ടും. അതിഗംഭീരമായ ഒരു വലിയ നഗരമായിട്ട് നമുക്ക് ധനാൻ സിറ്റി അവിടെ നിന്ന് കാണാൻ സാധിക്കും. പിന്നെ കുട്ടികളുമൊക്കെ ആയിട്ട് ട്രാവൽ ചെയ്യുന്നവരൊന്ന് ശ്രദ്ധിച്ചോളൂ. ഇവിടെ മാർബിൾ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്ലിപ്പറിയാണ് ഇവിടുത്തെ സ്റ്റെപ്പുകളൊക്കെ. അത്യാവശ്യം ഗ്രിപ്പുള്ള ഷൂസുകൾ ധരിക്കാൻ ശ്രദ്ധിക്കുക. ഒരുപാട് തവണ ഫോട്ടോഗ്രാഫ് ചെയ്യപ്പെട്ട ഒരിടം കൂടിയാണ് മാർബിൾ മൗണ്ടെയിൻ. ഇത്തരത്തിലുള്ള ബിംബങ്ങളൊക്കെ നിങ്ങളൊരു പക്ഷേ ബുക്കുകളിലും ഫോട്ടോകളിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും. അവിടെ നിന്നും പിന്നീട് നടന്നു കയറിയത് ഇത്തരത്തിലുള്ള ഒരു ഗുഹാക്ഷേത്രത്തിലേക്കായിരുന്നു. അതും ഒരു ഗംഭീരമായ കാഴ്ചയായിരുന്നു. പല മതങ്ങളുടെയും സംസ്കാരങ്ങളുടെയും ഈറ്റില്ലമായിരുന്നല്ലോ ഇന്ത്യ. അപ്പം ഈ ഒരു മാർബിൾ മൗണ്ടെയിനും ഹിന്ദു മിതോളജിയുമായിട്ടൊരു ബന്ധമുണ്ട്. ഇവിടെ ആദ്യം ആരാധന നടത്തിയിരുന്നത് പുരാതന ഹിന്ദുക്കളാണ്. പിന്നീടാണ് ബുദ്ധമതം പ്രചാരത്തിലാകുന്നതും ഇത്തരത്തിലുള്ള ബുദ്ധ ഷ്രൈൻസ് ഇവിടെ നിർമ്മിക്കപ്പെടുന്നതും. അപ്പോൾ വിയറ്റ്നാമിലെ മറ്റു വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.